അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 21-ാം വാക്യം നമുക്ക് വായിക്കാം. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 32-ാം വാക്യത്തിൽ മറിയ ഇതേ വാക്യം വീണ്ടും യേശുവിനോട് പറയുന്നുണ്ട്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. തങ്ങളുടെ സഹോദരൻ്റെ ദീനത്തേക്കാൾ ലാസറിൻ്റെ സഹോദരിമാരുടെ സങ്കടം യേശുവിൻ്റെ അസാന്നിധ്യമായിരുന്നു. ലാസർ ദീനമായി കിടക്കുമ്പോൾ തന്നെ ആളയച്ച് യേശുവിൻ അറിയിച്ചു, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. എന്നാൽ യേശു ചെന്നില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എന്തെങ്കിലും ആവശ്യത്തിന് യേശുവിനെ സമീപിക്കുമ്പോൾ നാം തന്നെ നേരിട്ട് നമ്മുടെ പ്രതിസന്ധി യേശുവിനോട് അറിയിക്കുകയാണ്. നമുക്ക് യേശുവിൻ്റെ അടുക്കൽ കാര്യം ബോധിപ്പിക്കുവാൻ മറ്റൊരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല. കാരണം യേശുവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ധൈര്യത്തോടെ അടുത്ത് ചെല്ലുവാൻ അനുവാദമുണ്ട്. യേശു നമുക്ക് ചെയ്തതുപോലെ ആരും നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടിട്ടില്ല. യേശുവല്ലാതെ ആരും നമുക്ക് പകരക്കാരനില്ല. അവൻ്റെ രക്തമാണ് നമ്മെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നരകത്തിൽ നിന്നും രക്ഷിച്ചത്. സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മെ രക്ഷിച്ച യേശുവിൻ്റെ അടുക്കൽ ചെന്ന് നമ്മുടെ വേദന അറിയിക്കുവാൻ നമ്മുടെ വേദനകൾ അറിയാത്ത മറ്റൊരാളോട് ഒരിക്കലും പറയരുത്. അത് പാപമാണ്. വചനം അനുസരിച്ച് നിഷ്കളങ്കമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മാർത്തയോ മറിയായോ നേരിട്ട് ചെന്നിരുന്നെങ്കിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് യേശു ലാസറിനെ സൗഖ്യമാക്കി എന്നായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം ലാസർ ദീനമായി കിടക്കുമ്പോൾ യേശു ചെല്ലാതിരിക്കുവാനുള്ള കാരണം യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 15-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയാകുമല്ലോ എന്നോർത്ത് യേശു സന്തോഷിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർത്തയോ മറിയായോ നേരിൽ ചെന്നിരുന്നെങ്കിൽ എല്ലാ പ്രോഗ്രാമുകളും യേശു ക്യാൻസൽ ചെയ്ത് നേരെ മാർത്തയുടെയും മറിയായുടെയും വീട്ടിൽ ചെന്ന് ലാസറിന് സൗഖ്യം കൊടുക്കുമായിരുന്നു. ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ യേശു മറ്റൊരു സമയം കണ്ടെത്തുമായിരുന്നു. യേശുവിൻ്റെ ശരീര സാന്നിധ്യം അവിടെ ഇല്ലായിരുന്നെങ്കിലും താൻ ആയിരിക്കുന്ന ഇടത്ത് താമസിക്കുമ്പോൾ തന്നെ ലാസറിനെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. പലരെയും യേശു തൻ്റെ ഐഹിക ജീവകാലത്ത് സൗഖ്യം കൊടുത്തിട്ടുമുണ്ട്. തന്നെയുമല്ല, തൻ്റെ ശിഷ്യന്മാർ തന്നെ വിശ്വസിക്കുന്നതിൽ അഥവാ തൻ്റെ ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിക്കുന്നതിൽ നമുക്ക് കർത്താവ് സന്തോഷിക്കുന്നുവെന്ന്, നമ്മുടെ കർത്താവ് സന്തോഷിക്കുന്നുവെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 15-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് ലേഖനത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുള്ളത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല എന്ന്. ലാസറിൻ്റെ ഭവനത്തിൽ ചെല്ലുവാൻ യേശു മനഃപൂർവ്വം വൈകിയതിന് കാരണം യഹൂദൻ്റെ അന്ധവിശ്വാസം തകർക്കുവാനും ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും മാർത്തയുടെയും മറിയായുടെയും യേശുവിനെ പറ്റിയുള്ള അറിവ് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയായിരുന്നു. മരിച്ച മനുഷ്യാത്മാവ് ഡെഡ് ബോഡിയുടെ സമീപം 3 ദിവസം വരെ കറങ്ങി നടക്കുമെന്നൊരു വിശ്വാസം യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലാസർ മരിച്ച് 4-ാം ദിവസം യേശു മാർത്തയുടെയും മറിയായുടെയും വീട്ടിൽ ചെന്നത്. ലാസറിൻ്റെ രോഗം മാറ്റുവാൻ മാത്രമല്ല, അവൻ മരിച്ചാലും അവനെ ഉയർപ്പിക്കുവാൻ യേശുവിന് കഴിയും എന്ന് മാർത്തയും മറിയായും ശിഷ്യന്മാരും മനസ്സിലാക്കണമായിരുന്നു. ലാസർ മരിക്കുവാൻ തക്കവണ്ണം യേശു താമസിച്ചത് ആരുടെയും പാപം മൂലമല്ലായിരുന്നു. യേശുവിൻ്റെ അസാന്നിധ്യം ലാസറിൻ്റെ ഭവനത്തെ ശരിക്കും പ്രതിസന്ധിയിലാക്കി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഇന്ന് വാസ്തവമായി യേശുവിൻ്റെ സാന്നിധ്യം ഭവനത്തിൽ അനുഭവിക്കുന്നുണ്ടോ? ഓർക്കുക, യേശുവിൻ്റെ സാന്നിധ്യം അവിടെ യുദ്ധക്കളമായി തീർക്കുമെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം അവിടെ സ്വർഗമാക്കി തീർക്കും. ഏത് കാര്യത്തിനും യേശുവിനോട് അഭിപ്രായം ചോദിച്ചാണോ ഓരോ ദിവസവും തുടങ്ങുന്നത്? അപ്രകാരം നാം ദിവസം തുടങ്ങുന്നുവെങ്കിൽ കുടുംബ പ്രശ്നം ഒരിക്കലും ഭവനത്തിൽ നീണ്ടു നിൽക്കുകയില്ല. കാരണം സകല പ്രശ്നങ്ങളുടെയും കാരണം സാത്താനാണെങ്കിൽ സകല പ്രശ്നങ്ങളുടെയും പരിഹാരകൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്.
ഇസ്രായേൽ മക്കൾ യെരിഹോ കോട്ട പിടിക്കുവാൻ പോയപ്പോൾ വിലങ്ങുതടിയായ ഒരു യോർദാൻ അവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു. എന്നാൽ വ്യവസ്ഥ പ്രകാരം പെട്ടകം ചുമന്നുകൊണ്ട് മുന്നോട്ട് അവർ ചെന്നു. കരകവിഞ്ഞ് നിഗളത്തിൻ്റെ പര്യായമായ യോർദാൻ ഒഴുകുകയാണ്. അത് കണ്ടിട്ട് ഇസ്രായേൽ മക്കൾ ഭയപ്പെട്ടില്ല, കാരണം അവരോട് പുറപ്പെടുവാൻ പറഞ്ഞത് യഹോവയായ ദൈവമായിരുന്നു. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിന്മേൽ തൊട്ടപ്പോൾ യോർദാൻ്റെ വെള്ളം ഒരു ഭാഗം ചിറ പോലെ നിൽക്കുകയും മറ്റു ഭാഗം കടലിലേക്ക് ഒഴുകിപ്പോവുകയും ചെയ്തു. അവർ യോർദാൻ കടന്ന് യെരിഹോ കോട്ട പിടിച്ചെടുത്തു. എല്ലാ കാര്യങ്ങളിലും ഇസ്രായേൽ മക്കൾ ന്യായപ്രമാണം അനുസരിച്ചിരുന്നു. വ്യവസ്ഥ പ്രകാരം അവർ കാര്യങ്ങൾ ചെയ്തതിനാൽ ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. യെരിഹോ കോട്ട ദൈവം തകർത്ത് ഇസ്രായേൽ മക്കൾക്ക് വൻ വിജയം നേടിക്കൊടുത്തു. പിന്നെ അവർക്ക് ഹായി എന്നൊരു ചെറിയ പട്ടണം പിടിക്കണമായിരുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് ചോദിക്കാതെ ജനത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്പം പട്ടാളക്കാരുമായി ഹായി പിടിക്കുവാൻ ചെന്നു. എന്നാൽ ഏറ്റവും ചെറിയ പട്ടണമായ ഹായി നിവാസികൾ ഇസ്രായേൽ സേനയെ വെട്ടി വീഴിച്ചു. യോശുവ നിലവിളിച്ചപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞത്, നീ ഇങ്ങനെ വീണ് കിടക്കുന്നു എന്തിന്? ജനം എന്നോട് പാപം ചെയ്തു. ഞാൻ വിരോധിച്ച ശബദാർപ്പിത വസ്തുക്കൾ ഇസ്രായേൽ എടുത്തു. ശാപം നിങ്ങളിൽ നിന്നും നീക്കാഞ്ഞാൽ എനിക്ക് നിങ്ങളോടുകൂടെ വസിക്കുവാൻ കഴിയുകയില്ല. യെരിഹോ കോട്ടയിൽ ജയം നേടിയത് യഹോവ ഇസ്രായേൽ ജനത്തോടു കൂടെ ഉണ്ടായിരുന്നതിനാലായിരുന്നു. എന്നാൽ ഹായി പട്ടണത്തിൽ പരാജയം സംഭവിച്ചത് യഹോവ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല എന്നതിനാലാണ്. യോശുവ 7-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ആദ്യം കേട്ട മാർത്തയുടെയും മറിയായുടെയും കാര്യത്തിൽ യേശു താമസിച്ചതിനാൽ അവൻ്റെ അസാന്നിധ്യം ലാസർ മരിക്കുവാൻ ഇടയായി. അത് ദൈവനാമ മഹത്വത്തിനായിരുന്നു. എന്നാൽ രണ്ടാമത് നാം കേട്ട ഇസ്രായേൽ മക്കളുടെ ഹായി എന്ന പട്ടണത്തിലെ പരാജയ കാരണവും യഹോവയുടെ അസാന്നിധ്യമായിരുന്നു. എന്നാൽ അത് അവർ പാപം ചെയ്തതിനാലായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകളെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും യേശുവിൻ്റെ അസാന്നിധ്യം അനുഭവിപ്പാൻ ഇട വരുത്താതെ വണ്ണം യേശുവിനെ എങ്ങും വിടരുത്. നാം പാപം ചെയ്ത് നമ്മുടെ ഭവനത്തിൽ നിന്നും യേശു പോകുവാനിട വരരുത്. പുതിയ നിയമസഭാ വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്നും യേശു ഒരിക്കലും വിട്ടു പോവുകയില്ല. കാരണം അത് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ യേശു തന്ന ഒരു വാഗ്ദാനമാണ്. എന്നാൽ നമ്മിൽ നീതികേടും ശാപവും ഇനി കണ്ടാൽ യേശു നമ്മെ വിട്ടു പോകുവാനിടയാകും. യേശുവിൻ്റെ അസാന്നിധ്യം നമ്മെ പ്രതികൂലത്തിലാക്കുവാൻ സാത്താൻ ഉപയോഗിക്കും. ആയതിനാൽ സദാസമയം ഉണർന്നും പ്രാർത്ഥിച്ചും വചനം അനുസരിച്ചും യേശു നമ്മുടെ ജീവിതപ്പടയിലുണ്ടെന്ന് ഉറപ്പുവരുത്തി നമുക്ക് ജീവിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സമാധാനമില്ലാത്ത അങ്ങയുടെ മക്കൾക്ക് സമാധാനം കൊടുക്കണമേ. പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും മടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. കടഭാരമുള്ളവരുടെ കടഭാരം മാറ്റി കൊടുക്കണമേ. സ്വന്തമായി വീടില്ലാത്തവർക്ക് സ്വന്തമായി വീട് കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.